കൊള്ളാമോ? ലാലേട്ടനൊക്കെ എങ്ങനെയുണ്ട്? ഓ എന്താണ് ബ്രോ? ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസിനുള്ളതാണ്. എന്താണ് ഇഷ്ടപ്പെട്ടതാണ് പടത്തിൽ? ആ എന്താണ് ലാലേട്ടനൊക്കെ എങ്ങനെയുണ്ട്? ഓക്കെ തിയേറ്റർ എക്സ്പീരിയൻസിനുള്ളതുണ്ടോ? ഓക്കെ ചേട്ടാ എങ്ങനെയുണ്ട്? ലാലേട്ടൻ എങ്ങനെയുണ്ട്? ഓക്കെ എങ്ങനെയുണ്ട് ചേട്ടാ? ഓക്കെ ഓക്കെ എന്നാലും എല്ലാവരുടെ അഭിനയമൊക്കെ എങ്ങനെയുണ്ട്? അഭിനയമൊക്കെ ഓക്കെയാണ്. ഞാൻ ആദ്യം വേറെ തിയേറ്ററിലായിരുന്നു, ഓഡിയോ വണ്ണിൽ കാണുന്നതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ലാലേട്ടൊക്കെ എങ്ങനെയുണ്ട്? ഓക്കെ എങ്ങനെയുണ്ട് പടം? ലാലേട്ടൻ എങ്ങനെയുണ്ട്? ഉണ്ട് കൊള്ളാമോ? എങ്ങനെയുണ്ട് ഇഷ്ടമാ? ലാലേട്ടൻ എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? ആ എന്താണ് ചേട്ടാ ഇഷ്ടപ്പെട്ട പടത്തിൽ? ഓക്കെ ലാലേട്ടൻ എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് പടം? ഫസ്റ്റ് ടൈം ആണോ കാണണം? ഓക്കെ ലാലേട്ടൻ എങ്ങനെയുണ്ട്? ഓക്കെ പടം കൊള്ളൂലെന്ന് ആരാ പറഞ്ഞത്? എന്തോ പടം കൊള്ളൂലെന്ന് ആരാ പറഞ്ഞത്? ആ പറഞ്ഞു കൊള്ളാലോ. ആ ചേച്ചി എങ്ങനെയുണ്ട് പടം? അടിപൊളിയായിരുന്നു മക്കളെ. ഓ എന്തോ ഫസ്റ്റിലെ പടം കണ്ടതുകൊണ്ട് നല്ല മനസ്സിലായുണ്ട്. ആ കുഴപ്പമില്ല, എന്നാലും നമ്മൾ പ്രതീക്ഷിച്ച അത്രയൊന്നുമില്ല. എന്നാലും ഡീഗ്രേഡിങ്ങിന് മാത്രം ചെയ്യാനായിട്ടുണ്ടോ പടം? ഡീഗ്രേഡിങ് ചെയ്യാനൊന്നുമില്ല, കണ്ടിരിക്കാം, അങ്ങനെ മോശമല്ല. ഒരു തിയേറ്റർ എക്സ്പീരിയൻസിനുള്ളതുണ്ട്. പിന്നെ മേക്കിംഗ് എല്ലാം സൂപ്പറാണ്. ഓക്കെ ചേട്ടാ ഇവിടെ എങ്ങനെയുണ്ട് പറഞ്ഞോ? എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ കൊടുത്ത് നല്ല നമ്മൾ ഒരു ന്യൂ ജനറേഷൻ ആഗ്രഹിക്കുന്നത് കിട്ടിയിട്ടുണ്ട്. മേക്ക് ഓവറെല്ലാം നന്നായിട്ട്, മോഹൻലാലിൻ്റെ അപാരവും എല്ലാം നന്നായിട്ട് അടുത്തൊരു ഇതിനായി കാത്തിരിക്കുന്നു. ആ കൊള്ളാമോ? ആ എന്താണ് ഇഷ്ടപ്പെട്ടതാണ് പടത്തിൽ? ആ ലാലേട്ടൻ എങ്ങനെയുണ്ട്? ആ എന്താണ് ഇഷ്ടപ്പെട്ടതാണ് ഏട്ടാ പടത്തിൽ? ഞാൻ രണ്ടാമത്തെ തവണയാണ് കാണുന്നത്. ഫസ്റ്റ് ഡേ കണ്ടു, ഇത് സെക്കൻഡ് ഡേ ആണ്. ഓക്കെ പടം കൊള്ളാം. സൂപ്പർ. ലാലേട്ടൻ എങ്ങനെയുണ്ട്? ലാലേട്ടൻ ഹെവി. ഓക്കെ ചേട്ടാ ഫസ്റ്റ് ടൈം ആണോ കാണണം? അല്ല, സെക്കൻഡ്. ഓക്കെ ഉണ്ട് പടം. പിന്നെ ആക്ച്വലി കുഴപ്പമില്ലായിരുന്നു, കുറച്ചുകൂടി സ്ക്രിപ്റ്റ് ഇമ്പ്രൂവ് ചെയ്യാറ്. പിന്നെ L3 നമുക്ക് നോക്കാം. ഓക്കെ ലാലേട്ടൻ എങ്ങനെ ഉണ്ടായിരുന്നു? ഇല്ല, ലാലേട്ടൻ എങ്ങനെ ഉണ്ടായിരുന്നു? ലാലേട്ടൻ ഫസ്റ്റ് ലൂസിഫറിനെക്കാട്ടിൽ അത്രയ്ക്ക് ഓറലായിരുന്നു, പക്ഷെ ലാലേട്ടൻ അല്ലേ, അപ്പോൾ കുഴപ്പമില്ലായിരുന്നു. ഉണ്ട് പടം. ആ എന്താണ് ചേട്ടാ ഇഷ്ടപ്പെട്ടത്? അതിൻ്റെ മെയിൻ കാര്യങ്ങളൊക്കെ ലാലേട്ടൻ എങ്ങനെയുണ്ട്? അടിപൊളി. ഓക്കെ ഓക്കെ ലാലേട്ടൻ എങ്ങനെയുണ്ട്? ഓക്കെ എമ്പുരാൻ എങ്ങനെയുണ്ട്? ആ ലാലേട്ടൻ എങ്ങനെയുണ്ട്? ആയിരുന്നു പടം. പടം എങ്ങനെയുണ്ട്? പടം എങ്ങനെയുണ്ട്? ഓക്കെ എങ്ങനെയുണ്ട് പടം? ലാലേട്ടനൊക്കെ എങ്ങനെയുണ്ട്? ഓക്കെ എങ്ങനെയുണ്ട് ബ്രോ സിനിമ എങ്ങനെയുണ്ട്? ആ നല്ല പടം തന്നെയാണ്. ആ ഡയറക്ഷൻ ഇതൊക്കെയാണ് മെയിൻലി വരുന്നത്. എല്ലാവരുടെ അഭിനയമൊക്കെ എങ്ങനെയുണ്ട്? എല്ലാവരും അഭിനയം കൊള്ളാം. പടം 3 മണിക്കൂർ എങ്ങനെയുണ്ട് ലാലേട്ടൻ? ചേട്ടാ എങ്ങനെയുണ്ട്? എനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടു. ചേട്ടാ വീണ്ടും സെൻസർ ചെയ്യാൻ പോകുന്നു, കട്ട് ചെയ്യാൻ പോകുന്നത് പറഞ്ഞു, അതിന് ആവശ്യമുണ്ടായിരുന്നു. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. മേ ബി ഇതൊക്കെ നടന്ന കാര്യങ്ങളായിരിക്കണമല്ലോ, കട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. പടം ഇഷ്ടപ്പെട്ടല്ലോ? കാര്യമായിട്ട് കുഴപ്പമില്ലാന്നേ പറയാം. ഭയങ്കര കിട്ടുന്നതല്ലേ, സിനിമയായിട്ട് കണ്ടപ്പോൾ മേക്കിംഗ് മാത്രം നല്ലതായിരുന്നു. സ്ക്രിപ്റ്റ് ബേസ് ഭയങ്കര വീക്കാണ്, പക്ഷെ മേക്കിംഗ് സൂപ്പറായിരുന്നു. ലാലേട്ടനൊക്കെ എങ്ങനെയുണ്ട്? സൂപ്പർ. ഓക്കെ പടം കൊള്ളാം, കുഴപ്പമില്ല. പിന്നെ ഈ പൊളിറ്റിക്കലായിട്ട് ഭയങ്കരമായിട്ട് നിൽക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഇത് പിടിച്ചു തരത്തില്ല. അല്ലാതെ നമ്മുടെ ബേസിക്കലി സമൂഹത്തിലുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നല്ല പടമാണ്. പിന്നെ നമ്മളൊരു സാധനം എക്സ്പെക്ട് ചെയ്ത് വരും, അത് കിട്ടത്തില്ല എന്നേ ഉള്ളൂ. അല്ലാതെ പടം ശരിക്കും കട്ട് ചെയ്യാൻ പോകുന്ന സീനൊക്കെ അത് ആവശ്യമുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. കാരണം ഇതൊക്കെ ജനങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അതിന് മാക്സിമം ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിട്ടാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് പറയാനുള്ളത്. അതൊക്കെ കാണിക്കണമെന്ന് തന്നെയാണ്. ഒരു കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി പിന്നെ പടം കാണിക്കുന്നതിനോ കാര്യമില്ല. പൂർണ്ണമായിട്ടും തിയേറ്ററിൽ നിന്ന് എടുത്ത് കളയുന്നതാണ് നല്ലത്. കാരണം അതിനകത്ത് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അല്ല, അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പടത്തിൻ്റെ സ്ട്രക്ചർ പോകും. ഞാൻ അത് കണ്ടിരിക്കാൻ സിനിമയായിട്ട് എടുക്കുക, രാഷ്ട്രീയമായിട്ട് എടുക്കുക, ഓരോരുത്തർക്കും ഓരോ ഒപ്പീനിയൻ ഉണ്ട്, അത്രമാത്രം. നല്ല പടം. താങ്ക് യു. എങ്ങനെയുണ്ട് പടം? എങ്ങനെയുണ്ട് ബ്രോ? എങ്ങനെയുണ്ട് ബ്രോ?
എന്ത് വരും രാഷ്ട്രീയമൊക്കെ ഉള്ളതുകൊണ്ടാണ്. ചേട്ടാ എങ്ങനെയുണ്ട് കുറിച്ചൊന്നും പറയാനില്ല അത്രയ്ക്ക് പോരാ എന്നുള്ളതാണ്. പടം? കട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചു, കട്ടൊന്നും ഉണ്ടായിരുന്നില്ല, കിളിയായിരുന്നു. എന്തായാലും ബ്രോ ഇപ്പോൾ സെൻസർ ചെയ്യാൻ പോകുന്നുണ്ട്, അതിനെക്കുറിച്ച് എന്താണ് പറയുള്ളത്? ചെയ്യേണ്ട കാര്യമുണ്ടോ? ചെയ്യേണ്ട കാര്യമില്ല, കാരണം സൊസൈറ്റി എന്താ നടക്കുന്നത് അതാണ് ഇത് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു സിനിമയായിട്ട് കണ്ടാൽ മതി എന്നാണ് പറയുന്നത്. സിനിമയായിട്ട് കണ്ടാൽ മതി. എങ്ങനെ ബ്രോ? നല്ല സിനിമയായിരുന്നു. പിന്നെ കട്ട് ചെയ്യേണ്ട ആവശ്യം എനിക്ക് തോന്നിയില്ല. പക്ഷേ ഇത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവം തന്നെയാണ് പറയുന്നത്. പക്ഷെ അത് സിനിമയായിട്ട് സെൻസർ എടുക്കുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ അപ്പുറത്തേക്ക് കയറുന്നില്ല. ബാക്കി ലാലേട്ട എങ്ങനെയുണ്ട്? ഓക്കെ. ലാലേട്ട എങ്ങനെയുണ്ട്? ഓക്കെ. എങ്ങനെയുണ്ട് പടം? എങ്ങനെയുണ്ട് പടം? എങ്ങനെയുണ്ട് പടം? എങ്ങനെയുണ്ട്? ആ ലാലേട്ടനൊക്കെ എങ്ങനെയുണ്ട്? ഓക്കെ. സിനിമയിൽ എന്തെങ്കിലും ഇതൊക്കെ കട്ട് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞു, എന്തെങ്കിലും ലാലേട്ടൻ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, ഇഷ്ടപ്പെട്ടു. എങ്ങനെ? ബുക്കിയുടെ കഥ അങ്ങനെ ഒരുപാട് സീനൊന്നും ഇല്ലായിരുന്നു. മിക്കവാറും അടുത്ത പാട്ടിലായിരിക്കും അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പെട്ടെന്ന് വന്ന് അങ്ങ് നമുക്കത് ഗസ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ കൂടുതലും പറയുന്നില്ല. ഓക്കെ. മൊത്തത്തിൽ ഇപ്പം കട്ടിങ് വരുന്നുണ്ട്, ഇപ്പം സെൻസറിങ് പോകണം, അപ്പോൾ അതിനെപ്പറ്റി എന്താണ് ബ്രോ പറയുന്നത്? ഇന്ന് ഫസ്റ്റ് ഷോയിൽ കട്ടിങ് ഇല്ലായിരുന്നു. എന്നാലും ബ്രോയിൻ്റെ ഒരു ഒപ്പീനിയനില്ലേ സെൻസർ ചെയ്യേണ്ട കാര്യമുണ്ടോ? സെൻസർ ചെയ്യേണ്ട അതിപ്പം പാർട്ടിപരമായ രീതിയാണ്, അല്ലാതെ എൻ്റെ ഒപ്പീനിയനിൽ അങ്ങനെ സെൻസർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ നമ്മുടെ വ്യക്തിപരമായ കാര്യമാണ്. സെൻസർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കട്ട് ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? കട്ട് ചെയ്തിരിക്കും. അത് തിയേറ്റർ എക്സ്പീരിയൻസ് ആണോ പടം? അടിപൊളി പടം, അടിപൊളി. ലാലേട്ടൻ എങ്ങനെയുണ്ട്? അതായിട്ട് വിഷയം. ഓക്കെ. എല്ലാവരും പറയുന്ന അത്ര ഫേക്കൊന്നും ഇല്ലായിരുന്നു, കുഴപ്പമില്ല. ശരിക്കും സെൻസർ ചെയ്യാൻ പോകുമെന്ന് പറഞ്ഞു, വീണ്ടും കട്ട് ചെയ്യാൻ പോകും, സീനെ കട്ട് ചെയ്യുമെന്ന് പറഞ്ഞു, അതിൻ്റെ ആവശ്യമാണ്. അഭിനയമൊക്കെ നല്ലതാണ്. പൃഥ്വിരാജിൻ്റെ ആയാലും മോഹൻലാലിൻ്റെ ആണെങ്കിലും മഞ്ജു വാര്യരുടെ ആയാലും സൂപ്പർ അഭിനയമാണ്. മഞ്ജുവിൻ്റെ ആയിരമൊക്കെ നല്ല നമുക്ക് ഭയങ്കര ഒരു ഇതായിട്ട് തോന്നും. പക്ഷേ ഇതൊക്കെ പറയുന്നത് ചെയ്യുന്നതിന് ഇതുണ്ട്, പക്ഷേ ഈ ലോകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ മാറ്റാനുണ്ട്. അപ്പോൾ നല്ല എല്ലായിടും ചില സീനൊക്കെ കുറച്ച് കൂടിപ്പോയെന്ന് തോന്നുന്നുണ്ടോ? പറയുന്നത് ഉദ്ദേശിക്കുന്നത് സിനിമയിൽ ചില സീനുകൾ കൂടിപ്പോയെന്ന് തോന്നുന്നു. എന്തായാലും കണ്ടവരെല്ലാം കണ്ടു, ഇനിയിപ്പോൾ മാറ്റിയിട്ടൊന്നും കാര്യമില്ല. അതുപോലെ തന്നെ പോകുന്നത് കുഴപ്പമൊന്നുമില്ല. പിന്നെ മാറ്റേണ്ടതാണെങ്കിൽ മാറ്റണം, അത് എല്ലാവരും കൂടെ തീരുമാനിക്കുന്നതല്ലേ, നമ്മൾ തീരുമാനിക്കുന്നതല്ലേ. ചേച്ചി എങ്ങനെയുണ്ട് പടം? പറയാനൊന്നുമില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എന്താണ് ഇഷ്ടപ്പെട്ട പടത്തിലെ? പടത്തിൻ്റെ മേക്കിംഗ് ഒക്കെ നല്ല രസമുണ്ട്, നല്ല രീതിയിലുള്ള ഹാർഡ് വർക്ക് ഒക്കെ പൊളിയാണ്. ലാലേട്ടൻ എങ്ങനെയുണ്ട്? കുറച്ച് സ്ക്രീൻ പ്രസൻസ് കുറവാണ്, എന്നാലും കുഴപ്പമില്ല, നല്ല എങ്ങനെയുണ്ട്? ലാലേട്ടൻ എങ്ങനെയുണ്ട്? എന്താണ് ചേച്ചി ഇഷ്ടപ്പെട്ട പടത്തിൽ? എനിക്കിഷ്ടമായി, മോഹൻലാലിനെ ഇഷ്ടമാണ്. പിന്നെ അതുപോലെ തന്നെ മറ്റേ സിനിമ മോഹൻലാൽ രണ്ടാമത്തെ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. എന്താണ് ചേച്ചി ഇഷ്ടപ്പെട്ട പടത്തിൽ? ഇഷ്ടപ്പെട്ട എന്താണ് പടത്തിൽ? പടം എടുത്തിരിക്കുന്നതൊക്കെ വളരെ നന്നായിട്ടുണ്ട്. എങ്ങനെയുണ്ട് എല്ലാവരുടെ അഭിനയമൊക്കെ എങ്ങനെയുണ്ട്? ഓക്കെ. അങ്ങനെ എങ്ങനെയുണ്ട് പടം? നല്ല പടം, നന്നായിട്ട് സിനിമാറ്റോഗ്രാഫി, ഡയറക്ഷൻ നല്ലതാണ്, മൊത്തത്തിൽ നല്ലൊരു പടമാണ്. ലാലേട്ടനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അതിൻ്റെ ഡയലോഗ്സ് കുറവാണ്, പക്ഷേ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. കുറേ നാൾക്ക് ശേഷം കണ്ടത് നല്ലൊരു സിനിമ. ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണോ? അതെ, തിയേറ്റർ എക്സ്പീരിയൻസ് വാച്ചാണ്.